പഠിക്കാനുള്ള മോട്ടിവേഷൻ അവർ തന്നെ പറഞ്ഞു തരും. പിന്നെ നമുക്ക് ജസ്റ്റ് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് ജസ്റ്റ് റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. നമുക്ക് ഓർമ്മ കാണും ക്ലാസ് പഠിപ്പിച്ച് ശ്രദ്ധിച്ചിരുന്നത് എന്തായാലും. ആൻഡ് ലാബ് ഫെസിലിറ്റീസ് ആയാലും ഒക്കെ നല്ല ഒരു കോളേജാണ്. ഞാൻ ഈസി ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ ഈസിയിലെ കുറച്ചും കൂടി കാര്യങ്ങളായിരിക്കും എനിക്കറിയാവുന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത് പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാംസിൻ്റെ കാര്യം വരുമ്പോഴും നമ്മുടെ കോളേജ് ഇപ്പോൾ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാനൊന്നും പറ്റില്ല. നല്ല പ്രോഗ്രാംസ് ആണ്. ഇതിൽ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ കൊടുത്തേക്കാം. നല്ല പ്രോഗ്രാംസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ കോളേജിൽ ചേർന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വന്നത്. സോ കുറേ ട്രാവൽ എങ്ങനെയാണ് ഈ ട്രാവൽ കോളേജിലേക്ക് എങ്ങനെ പോകും. ഇപ്പോൾ എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ളവർക്കെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് ഒറ്റ ബസ് പൈനാവിലേക്ക് ഡെയിലി ഓടുന്നുണ്ട്. ഒറ്റ ബസ് കാണും, KSRTC. എൻ്റെ KSRTCയിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങളുടെ സ്റ്റോപ്പും. ഞാൻ ഇതിൽ കാണിക്കാം. നിങ്ങളുടെ സ്റ്റോപ്പും നിങ്ങളുടെ ഡെസ്റ്റിനേഷനും കൂടി അടിച്ചെടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ബസ്സുണ്ട്, എങ്ങനെയൊക്കെ ഏർപ്പെടാൻ. ആൻഡ് അടുത്തതെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഇടുക്കിയാണ് ചേച്ചി, എനിക്ക് ഇടുക്കി ക്ലൈമറ്റ് പറ്റുമെന്ന് അറിയില്ല, എനിക്ക് അലർജി ഉണ്ട് അല്ലെങ്കിൽ ശ്വാസമുട്ടുണ്ട്, എനിക്ക് പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റിലേ നിങ്ങൾ ജസ്റ്റ് ഒരു ഇപ്പോൾ അലർജി ശ്വാസമുട്ട് ഒക്കെ അങ്ങനെയുള്ള പിള്ളേരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ശ്വാസമുട്ടിൻ്റെ കാര്യം അല്ലെങ്കിൽ അലർജീൻ്റെ കാര്യം, മഞ്ഞ് തണുപ്പ് ആ സംഭവങ്ങളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡോക്ടറിനെ കണ്ടിട്ട് ചോദിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഇപ്പോൾ എനിക്കാന്നത്ത് ജസ്റ്റ് മഞ്ഞ് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒരു തൊപ്പിയോ അല്ലെങ്കിൽ ഹുഡി ഇടാന്നത്ത് ഇങ്ങനെ ഇനി അടുത്തത് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഗേൾസിനാവട്ടെ, ഗേൾസിന് കോളേജ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ കോളേജിൻ്റെ അകത്ത് തന്നെ ഹോസ്റ്റൽസ് ഉണ്ട്. 2 ഹോസ്റ്റലാണ്, കബനി നിള എന്ന് പറയുന്ന ഹോസ്റ്റൽസ് ആണുള്ളത്. ബട്ട് ബോയ്സിന് പൈനാവ് ജംഗ്ഷനിൽ പോയാലേ ഹോസ്റ്റലുള്ളൂ. ഗവൺമെൻറ് ഹോസ്റ്റലിൽ ആദ്യമേ ഫില്ലാവും. അപ്പം അധികം ബോയ്സും എല്ലാവരും ചെറുതോണിയിലായിരിക്കും നിൽക്കുന്നത്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി GCA. ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് കമൻ്റായിട്ടും DM ആയിട്ടൊക്കെ ചോദിച്ചൊരു കാര്യമാണ് ഇതിനെ പറ്റിയൊരു ലോങ് വീഡിയോ ഇടുമോ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചു. അതാണ് ഞാൻ ഇപ്പോൾ ലോങ് വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ കോളേജിലെ ഫസ്റ്റിലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഞാൻ പറയാം. EC, EEE, RA, IT, CS, MEC ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. അതിൽ RA ഇപ്പോഴായിട്ട് പുതിയതായിട്ട് വന്നേ, കഴിഞ്ഞ കൊല്ലം മുതൽ പുതിയതായിട്ട് വന്നേ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആൻഡ് കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ അക്കാഡമിക് ആയാലും പ്രോഗ്രാംസിൻ്റെ ഇതായാലും ഒക്കെ നല്ലൊരു കോളേജാണ്. അക്കാഡമിക്കലി പറയാൻ ആണെങ്കിൽ ടീച്ചേഴ്സ് നല്ലൊരു സപ്പോർട്ടാണ്. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറയാം. സീരിയസ് ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നടത്തും. നമുക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ അവർ തന്നെ പറഞ്ഞു തരും. പിന്നെ നമുക്ക് ജസ്റ്റ് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് ജസ്റ്റ് റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. നമുക്ക് ഓർമ്മ കാണും ക്ലാസ് പഠിപ്പിച്ച് ശ്രദ്ധിച്ചിരുന്നത് എന്തായാലും. ആൻഡ് ലാബ് ഫെസിലിറ്റീസ് ആയാലും ഒക്കെ നല്ല ഒരു കോളേജാണ്. ഞാൻ ഈസി ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ ഈസിയിലെ കുറച്ചും കൂടി കാര്യങ്ങളായിരിക്കും എനിക്കറിയാവുന്നത്. ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ നല്ല ടീച്ചേഴ്സാണ്. ആൻഡ് എന്താ പറയുക, ഇപ്പോൾ ഈസിയിലെ വെച്ച് നോക്കാൻ നമുക്ക് ലാബുകൾ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നല്ല ലാബുകളാണ്. മെഷീൻസ് ആയാലും ഒക്കെ നല്ല മെഷീൻസാണ്. ഭയങ്കര പഴയ മെഷീൻസും അങ്ങനെയൊന്നുമല്ല, പുതിയതാണ്. പിന്നെ എന്താ പറയുക, കോളേജിലെ മിസ്സന്മാരായാലും സാറന്മാരായാലും ഒക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ ക്ലിയർ ചെയ്ത് തരും. പഠിക്കുന്ന സമയത്താണ് നമുക്ക് ഡൗട്ടെങ്കിൽ അപ്പോഴേ ക്ലിയർ ചെയ്യാം. നമുക്ക് ജസ്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. പിന്നെ പഠിക്കുന്ന കാര്യത്തിലല്ലാതെ തന്നെ ഇപ്പോൾ പ്രോജക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള വല്ല ക്ലബ് ആക്ടിവിറ്റീസിലെ ഡൗട്ട് അങ്ങനെയൊക്കെ എല്ലാത്തിനും നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് സപ്പോർട്ടാണ്. HOD, പ്രിൻസിപ്പൽ ഒക്കെ സപ്പോർട്ടാണ്. എന്ത് കാര്യത്തിനായാലും അവരുടെ അടുത്ത് ചെന്നാൽ മതി, നമുക്ക് പറഞ്ഞു തരും. ആൻഡ് നമ്മുടെ കോളേജിലെ സീനിയേഴ്സ് ആയാലും ഒക്കെ എല്ലാത്തിനും സപ്പോർട്ടാണ്. ഇപ്പോൾ നമുക്ക് നമ്മളൊരു ക്ലബ്ബിൽ കയറിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം അറിയില്ല, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ മടിയാണ്. അപ്പോഴേക്കും അവർ ചോദിക്കും അറിയില്ല എന്നാൽ നമുക്ക് പറഞ്ഞു തരാം, മോൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ടോ മോളെ സാരില്ല എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അത്രയ്ക്ക് സപ്പോർട്ടായിട്ടുള്ള കുറേ സീനിയേഴ്സാണ് നമുക്ക് കോളേജിലുള്ളത്. ആൻഡ് പ്രോഗ്രാംസിൻ്റെ കാര്യം ആയിക്കോട്ടെ എല്ലാം നമ്മുടെ കോളേജിൽ നല്ല ഉണ്ട്. ഇപ്പോൾ ഞാനൊക്കെ വിചാരിച്ച് ഇടുക്കിയായതുകൊണ്ട് പ്രോഗ്രാംസൊക്കെ കുറവായിരിക്കും. ബട്ട് പ്രോഗ്രാംസ് ഉണ്ട്. ഫ്രഷേഴ്സ്, ഫെയർവെൽസ്, ആർട്സ്, സ്പോർട്സ്, അങ്ങനെ ക്ലബിലെ പ്രോഗ്രാംസ്, അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. നമുക്ക് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ IB ആണ്. പിന്നെ എല്ലാവരും കുറേ പേര് ചോദിച്ച കാര്യമാണ് ട്രാവൽ, എങ്ങനെയാണ് ട്രാവൽ കോളേജിലേക്ക് എങ്ങനെ പോകും. ഇപ്പോൾ എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ളവർക്കെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് ഒറ്റ ബസ് പൈനാവിലേക്ക് ഡെയിലി ഓടുന്നുണ്ട്. ഒറ്റ ബസ് കാണും, KSRTC. എൻ്റെ KSRTCയിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങളുടെ സ്റ്റോപ്പും. ഞാൻ ഇതിൽ കാണിക്കാം. നിങ്ങളുടെ സ്റ്റോപ്പും നിങ്ങളുടെ ഡെസ്റ്റിനേഷനും കൂടി അടിച്ചെടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ബസ്സുണ്ട്, എങ്ങനെയൊക്കെ ഏർപ്പെടാൻ ടൈം, എത്ര രൂപയാവും എന്നൊക്കെ കാണാൻ പറ്റും.
അതും അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, തൊടുപുഴ അങ്ങനെ ഭാഗത്ത് തിരുവനന്തപുരം, കൊല്ലം ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്താണെങ്കിൽ, ശാസ്താംകോട്ട അങ്ങനെയുള്ളവരാണെങ്കിൽ ട്രെയിനിൽ കയറി കോട്ടയം ഇറങ്ങിയിട്ട് കോട്ടയത്തു നിന്ന് കോട്ടയം ടു തൊടുപുഴ ഒറ്റ ബസ് എപ്പോഴും കാണും. സോ കോട്ടയം ടു തൊടുപുഴ ഇറങ്ങി തൊടുപുഴ ടു പൈനാവ്, കട്ടപ്പന ബസ്സിൽ കയറിയാൽ മതി. പൈനാവിൽ ഇറങ്ങാം. നമ്മളെ കോളേജിന് മുമ്പിൽ തന്നെ ഇറങ്ങാൻ പറ്റും. അങ്ങനെ ആൻഡ് പിന്നെ കോട്ടയത്തുള്ളവർക്ക് ഇതേപോലെ തന്നെ കോട്ടയം, തൊടുപുഴ ടു പൈനാവ് അങ്ങനെയാണ് റൂട്ട്. പിന്നെ പത്തനംതിട്ട ഉള്ളവർക്കും ഇങ്ങനെ ഉണ്ട്. മിക്ക ജില്ലകളിൽ നിന്നും ഒറ്റ ബസ് നമ്മുടെ ഗവൺമെൻറ് ഇറക്കുന്നുണ്ട്. KSRTC ഉണ്ട്. കോഴിക്കോട് നിന്നുള്ളവർക്ക് കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്നും ഒക്കെ ഒറ്റ ബസ്സുണ്ട്. കണ്ണൂരിൽ നിന്നും ഉണ്ട് ഒറ്റ ബസ്സുണ്ട്. കണ്ണൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ അടിക്കാൻ നേരത്ത് ചെറുതോണി അടിക്കണം. നമ്മളെ അടുത്ത ടൗണാണ് ചെറുതോണി. ജസ്റ്റ് ഒരു 15 മിനിറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ ചെറുതോണി അടിച്ചാലേ നിങ്ങൾക്ക് ആലുവ, എറണാകുളം, കോഴിക്കോട്, പാലക്കാട് അങ്ങനെയുള്ളവർക്ക് ചെറുതോണി അടിച്ചാലേ കിട്ടൂ, ബസ് കാണാൻ പറ്റും. എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ളവർക്ക് ഒറ്റ ബസ്സുണ്ട്. അല്ലാത്തവർക്ക് അങ്ങോട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മീൻസ് തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട് അങ്ങനെയുള്ളവരുടെ അടുത്ത കാര്യമാണ് പറയുന്നത്. അവിടെ നിന്ന് നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആലുവ ഇറങ്ങിയിട്ട് ആലുവയിൽ നിന്ന് ചെറുതോണി ബസ്സിൽ കയറി ഇറങ്ങാൻ പറ്റും. ആലുവ ടു ചെറുതോണി ടു പൈനാവ് നമ്മുടെ കോളേജിൽ ഇറങ്ങാൻ പറ്റും. അങ്ങനെയാണ് പറ്റുന്നത് പൊതുവേ. പിന്നെ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വരുന്നവരാണെങ്കിൽ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ബസ്സിലായിരിക്കും കൊണ്ടാക്കുന്നത്. മിക്ക പിള്ളേരും ബസ്സിലായിരിക്കും. ഇത്രയും ദൂരം ഉണ്ടായാലും ബസ്സിലായിരിക്കും. ചിലവർ കാറിലായിരിക്കും. അപ്പോൾ ബസ്സിൽ വരുന്നവരുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ബസ്സിൽ വരാൻ നേരത്ത് നിങ്ങൾക്ക് ലഗേജും അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങാനും കാണും. എല്ലാ സാധനങ്ങളും കൊണ്ട് നമ്മുടെ കോളേജിൻ്റെ താഴത്തെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങരുത്. എന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. കോളേജിൻ്റെ താഴെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് നടന്ന് മേളിൽ കയറേണ്ടി വരും. അത്രയും ലഗേജ് തൂക്കി നടക്കേണ്ടി വരും. അപ്പോൾ താഴെ ഓട്ടോകളൊന്നും കാണില്ല. അതുകൊണ്ട് നിങ്ങൾ പൈനാവി ഇറങ്ങാം. പൈനാവിയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നിങ്ങൾ കോളേജിൽ ഇറങ്ങിയാൽ മതി. കോളേജിലോട്ട് എപ്പോഴും ഓട്ടോ കാണും. മീൻസ് പൈനാവിയിൽ നിറയെ ഓട്ടോകൾ കാണും. അപ്പോൾ കോളേജിലോട്ട് പോയാൽ ഒരു 80 രൂപ കാണും. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ലഗേജ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും നല്ലത്. അല്ലെങ്കിലും പൈനാവ് ഇറങ്ങി ഓട്ടോ വിളിച്ച് പോകുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് കോളേജിൽ. ബസ് സ്റ്റോപ്പ് ടു കോളേജ് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. മലയല്ലേ കയറണ്ടേ. ഇനി അടുത്തത് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഗേൾസിന് കോളേജ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ, കോളേജിൻ്റെ അകത്ത് തന്നെ ഹോസ്റ്റൽസ് ഉണ്ട്. 2 ഹോസ്റ്റലാണ്, കബനി, നിള എന്ന് പറയുന്ന ഹോസ്റ്റൽസ് ആണുള്ളത്. ബട്ട് ബോയ്സിന് പൈനാവ് ജംഗ്ഷനിൽ പോയാലേ ഹോസ്റ്റലുള്ളൂ. ഗവൺമെൻറ് ഹോസ്റ്റലിൽ ആദ്യമേ ഫില്ലാവും. അപ്പം അധികം ബോയ്സും എല്ലാവരും ചെറുതോണിയിലായിരിക്കും നിൽക്കുന്നത്. കോളേജ് ഹോസ്റ്റൽ വേഗം ഫില്ലാവും. കുറച്ച് ആൾക്കാർക്ക് താമസിക്കാൻ മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് ആദ്യമേ ഫില്ലാവും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെ അഡ്മിഷൻ എടുത്ത് പോകുന്നവർ ഈ കോളേജിൽ തന്നെ നിൽക്കുന്ന ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ആദ്യമേ ജസ്റ്റ് ഹോസ്റ്റലിൽ പോയി നിങ്ങളുടെ പേര് അഡ്മിഷൻ എടുത്തിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഇത് കിട്ടില്ല, റൂം കിട്ടില്ല. ആൻഡ് ചെറുതോണിയിലായാലും നമുക്ക് ചെറുതോണിയിൽ നിന്ന് ബസ്സുണ്ട്, കോളേജ് ബസ്സുണ്ട്. കോളേജ് ബസ്സിൽ നമുക്ക് കോളേജിലോട്ട് വരാൻ പറ്റും. അല്ലെങ്കിലും പ്രൈവറ്റ് ബസ് എപ്പോഴും കാണും. കോളേജ് ടൈമിൻ്റെ ആ ടൈമിലും കോളേജ് വിടുന്ന ടൈമിലും എപ്പോഴും പ്രൈവറ്റ് ബസ്സുകൾ കാണുന്നതാണ്. ഇപ്പോൾ നിറയെ പ്രൈവറ്റ് ആയാലും KSRTC ബസ്സുകളും ഒക്കെ ഉണ്ട്. ആൻഡ് ഗേൾസ് ഹോസ്റ്റലിൻ്റെ കാര്യമാണെങ്കിൽ ഗേൾസിന് 2 ഹോസ്റ്റൽസാണ്. ഒന്ന് നിള ആൻഡ് കബനി ഹോസ്റ്റൽ. ഇപ്പോൾ ഞാനൊക്കെ നിൽക്കുന്നത് നിള ഹോസ്റ്റലിലാണ്. കബനിയിലായിരിക്കും ഇനി വരുന്ന ഫസ്റ്റ് ഇയേഴ്സിനെ നിർത്തുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നിളയിലായാലും കബനിയിലായാലും 2 ഗേൾസ് ഹോസ്റ്റൽ അത്യാവശ്യം സ്ട്രിക്റ്റ് ഉണ്ട്. ഇപ്പോൾ 9:30 കയറണം, 6 മണിക്ക് തുറക്കും. പിന്നെ തുറക്കുന്ന 6 മണിക്കാണ്. നൈറ്റ് 9:30 ഗേറ്റ് ക്ലോസ് ചെയ്താൽ പിറ്റേന്ന് രാവിലെ മോർണിംഗ് 6 മണിക്ക് മാത്രമേ ഹോസ്റ്റൽ തുറക്കുകയുള്ളൂ. പിന്നെ അല്ലാതെ വലിയ എമർജൻസി ആണെങ്കിൽ മാത്രമേ തുറക്കൂ. പിന്നെ ഇപ്പോൾ ഫുഡ് എങ്ങനെയുള്ളത്, ഫുഡൊക്കെ നല്ല ഫുഡാണ്, അത്യാവശ്യം നല്ല ഫുഡാണ്. നമുക്ക് ആഴ്ചയിൽ 2 ദിവസം മുട്ട, 2 ദിവസം ചിക്കൻ, 2 ദിവസം മീൻ ഇതൊക്കെ തരുന്നതാണ്. പിന്നെ ഫുഡ് ആൻറ്റിമാർ നല്ല സ്നേഹത്തോടെയാണ് ഫുഡ് വയ്ക്കുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അങ്ങനെ മുടിയൊന്നും കിടക്കില്ല, മുടി, പാറ്റപ്പല്ലി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നല്ല ഫുഡാണ്. നല്ല വൃത്തിക്കാണ് അവരുണ്ടാക്കുന്നത്. കയ്യിൽ ഉറയൊക്കെ ഇട്ട് മുടിയൊന്നും വീഴാതെ അങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്. പിന്നെ നോർമൽ ടോയ്ലറ്റിൻ്റെ കാര്യമായാലും ഹോസ്റ്റലിൻ്റെ കാര്യമായാലും നല്ല വൃത്തിക്കാണ് ഇട്ടിരിക്കുന്നത്. ആഴ്ചയിൽ ആകെ ഞായറാഴ്ച മാത്രമേ ആൻറ്റിമാർ ക്ലീനിങ്ങിന് വരാത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ആൻറ്റിമാർ ഫുൾ ഹോസ്റ്റൽ ക്ലീൻ ചെയ്യും. ടോയ്ലറ്റ് ഉൾപ്പെടെ ക്ലീൻ ചെയ്യും. ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണ് ഹോസ്റ്റലിലെ ടോയ്ലറ്റ് ഇല്ല. പിന്നെ റൂമിൽ നമ്മൾ തന്നെയാണ് റൂം ക്ലീൻ ചെയ്യേണ്ടത്. ആൻറ്റിമാർ ക്ലീൻ ചെയ്യില്ല, നമ്മൾ തന്നെയാണ് റൂം ക്ലീൻ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് പറയാനുള്ളത് പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാംസിൻ്റെ കാര്യം വരുമ്പോഴും നമ്മളെ കോളേജ് ഇപ്പോൾ ഇടുക്കിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാനൊന്നും പറ്റില്ല. നല്ല പ്രോഗ്രാംസാണ്. ഇതിൽ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ കൊടുത്തേക്കാം. നല്ല പ്രോഗ്രാംസാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ കോളേജിൽ ചേർന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വന്നത്. സോ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ആർട്സ് ആവട്ടെ, സ്പോർട്സ് ആവട്ടെ, പിന്നെ ഓരോ ക്ലബ് വൈസിൻ്റെ പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഫസ്റ്റിലേ നമുക്ക് എല്ലാത്തിനും ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് അവർ തന്നെ സീനിയേഴ്സ് തന്നെ നമുക്ക് കുറേ പ്രോഗ്രാംസും ഒക്കെ ഒരുക്കും. ആൻഡ്
ഫ്രഷേഴ്സ് ആവട്ടെ, ഫെയർവെൽസ് ആവട്ടെ, ഒക്കെ സൂപ്പർ നല്ല പ്രോഗ്രാംസാണ് നമുക്ക് അവിടെ ഉള്ളത്. പിന്നെ അല്ലാതെ നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും നമുക്ക് ഭയങ്കര നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സും ഒക്കെയാണ് അവിടെ ഉള്ളത്. ഗവൺമെൻറ് കോളേജിൽ നിന്ന് കേപ്പിൻ്റെ അണ്ടറിലോട്ടോ പ്രൈവറ്റ് കോളേജിലോട്ടോ പോകാൻ പറ്റില്ല. ഇപ്പോൾ പ്രൈവറ്റ് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തെങ്കിൽ പ്രൈവറ്റ് ടു പ്രൈവറ്റ്, ഇപ്പോൾ കേപ്പിൻ്റെ അണ്ടറിലാണെങ്കിൽ കേപ്പ് ടു കേപ്പ് അങ്ങനെ പറ്റൂ. അല്ലാതെ വേറെ ഇന്ന് അതൊന്നും പറ്റില്ല. ഇപ്പോൾ നിങ്ങളൊരു ഫീസ് സ്ട്രക്ചർ സെലക്ട് ചെയ്തിട്ടായിരിക്കും ഈ KTUവിൻ്റെ അണ്ടറിൽ പഠിക്കുന്നത്. അതേ ഫീസ് സ്ട്രക്ചറിൽ വരുന്ന കോളേജുകളിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ പറ്റുക. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കിപ്പോൾ കോളേജ് വരാൻ നേരത്തെ ഏറ്റവും വലിയ പേടിയായിരിക്കും സീനിയർ റാഗിങ് ഒക്കെ. ബട്ട് ഞാൻ പറയാം, നല്ല സീനിയേഴ്സാണ് നമ്മുടെ കോളേജിൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിനക്ക് ഇത് വേണോ, നിനക്ക് ഇത് ചെയ്യണോ എന്ന് പറഞ്ഞാൽ അപ്പോഴേ സപ്പോർട്ട് ചെയ്യുന്ന നല്ല സീനിയേഴ്സാണ്. പിന്നെ റാഗിങ് ഒന്നുമില്ല. അത് ഈ റൂൾസ് ഒന്നും ആയതുകൊണ്ടല്ല, അവരെ സീനിയേഴ്സും റാഗ് ചെയ്തിട്ടില്ല. അവരെ സീനിയേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് നമ്മളെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പാവ സീനിയേഴ്സാണ്. പിന്നെ നമ്മൾ വിചാരിക്കും സീനിയേഴ്സ് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും. ഈ ചില സീനിയേഴ്സിനെ കണ്ടാൽ വിചാരിക്കും ഇവരൊക്കെ ഭയങ്കര ടെററായിരിക്കും. ബട്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല. യഥാർത്ഥ അവരുടെ ഒരു ഇത് മനസ്സിലാവും. അവരുമായിട്ട് കൂട്ടാവുന്നത് മനസ്സിലാവും ആരാണ് അവരെന്ന്. അത്രയ്ക്കും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. ആൻഡ് അടുത്തൊരു കോളേജിലേക്ക് പോകാൻ നേരത്തെ ഇപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ കോളേജ് ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇട്ടിട്ടുണ്ട്. എൻ്റെ യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇത് ചെയ്യാം, അതിലും കാണാം. ഫോളോ ചെയ്തിട്ട് ഇത് കാണാം. അപ്പം ഓരോ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ കോളേജിൽ പോകാൻ നേരത്ത് നിങ്ങൾക്ക് അവിടെ അറിയാവുന്ന ആരും കാണില്ല, ഒരു മനുഷ്യൻ കാണില്ല. അപ്പോൾ പൊതുവെ ഇപ്പോൾ എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരാൾ ചിലപ്പോൾ അവിടെ പോകാൻ നേരത്ത് ഒരു ഇൻട്രോവേർട്ടായി പോകും. അപ്പോൾ നമ്മളെന്താ പറയുക, ഭയങ്കര ഒതുങ്ങിക്കൂടി അങ്ങായിപ്പോവും. നമ്മളെ ആരും ഒരുമാതിരി നമ്മളെ അവരെല്ലാവരും നോക്കൂ എന്നൊക്കെ പറഞ്ഞിരിക്കും. ബട്ട് അങ്ങനെ ഒതുങ്ങരുത്. കോളേജ് ലൈഫാണ്, നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുക, അടിച്ചു പൊളിക്കുക. കോളേജ് നമ്മളൊരു 4 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജോലിക്കായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഹയർ സ്റ്റഡീസ് നോക്കാത്തവരാണെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞപ്പോഴും ഇപ്പോൾ നമ്മളെ ഗവൺമെൻറ് കോളേജിൽ പ്ലേസ്മെൻറ്റ്സ് കുറവാണ്, പൊതുവേ പ്ലേസ്മെൻറ്റ്സ് കുറവാണ്. ആൻഡ് ഹയർ സ്റ്റഡീസ് നോക്കുന്നവരാണ് കൂടുതലെങ്കിലും, കൂടുതൽ പേര് ഹയർ സ്റ്റഡീസ് നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ കോളേജിൽ വരാം. അല്ലാത്തവർക്കും പ്ലേസ്മെൻറ്റ് ഉണ്ട്. നമ്മുടെ കോളേജിലുള്ള സീനിയേഴ്സിനൊക്കെ കുറേ പേർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി. എന്നാലും പൊതുവേ ഉള്ള കോളേജുകൾ വെച്ച് പ്ലേസ്മെൻറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കയറിയ കോളേജ് പെരുമൻ എഞ്ചിനീയറിംഗ് കോളേജാണ്, കേപ്പിൻ്റെ അണ്ടറിലുള്ളതാണ്. അപ്പം ആ കോളേജിനെയൊക്കെ വെച്ച് ഞാൻ നോക്കാൻ നേരത്തെ എൻ്റെ കോളേജിൽ പ്ലേസ്മെൻറ്റ് കുറവാണ്. അതുകൊണ്ട് പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഓരോ കോളേജിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക. ആൻഡ് ഇനി എങ്ങനത്തെ വീഡിയോസ് ഇടണം, ഈ കോളേജിനെ പറ്റി ഇനി കുറച്ചും കൂടി അറിയണോ, ക്യാമ്പസിനെ പറ്റി അറിയണോ, വീഡിയോസ് വേണോ എന്നൊക്കെ ഉള്ളവർ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോസ് ഇടാം. പിന്നെ എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടും അല്ലാത്ത +2 ഡൗട്ടായിട്ടും ഒക്കെ ഉള്ളവർക്ക് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറയാം. സീരീസ് ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നടത്തും. നമുക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ അവർ തന്നെ പറഞ്ഞു തരും. പിന്നെ നമുക്ക് ജസ്റ്റ് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് ജസ്റ്റ് റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. നമുക്ക് ഓർമ്മ കാണും ക്ലാസ് പഠിപ്പിച്ച എന്തായാലും. ആൻഡ് ലാബ് ഫെസിലിറ്റീസ് ആയാലും ഒക്കെ നല്ല ഒരു കോളേജാണ്. ഞാൻ EC ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ ECയിലെ കുറച്ചും കൂടി കാര്യങ്ങളായിരിക്കും എനിക്കറിയാവുന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത് പ്രോഗ്രാംസാണ്. പ്രോഗ്രാംസിൻ്റെ കാര്യം വരുമ്പോഴും നമ്മളെ കോളേജ് ഇപ്പോൾ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാനൊന്നും പറ്റില്ല. നല്ല പ്രോഗ്രാംസാണ്. ഇതിൽ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ കൊടുത്തേക്കാം. നല്ല പ്രോഗ്രാംസാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ കോളേജിൽ ചേർന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വന്നത്. സോ കുറേ ട്രാവൽ, എങ്ങനെയാണ് EC ട്രാവൽ, കോളേജിലേക്ക് എങ്ങനെ പോകും. ഇപ്പോൾ എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ളവർക്കെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് ഒറ്റ ബസ് പൈനാവിലേക്ക് ഡെയിലി ഓടുന്നുണ്ട്. ഒറ്റ ബസ് കാണും, KSRTC. എൻ്റെ KSRTCയിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങളുടെ സ്റ്റോപ്പും. ഞാൻ ഇതിൽ കാണിക്കാം, നിങ്ങളുടെ സ്റ്റോപ്പും നിങ്ങളുടെ ഡെസ്റ്റിനേഷനും കൂടി അടിച്ചെടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ബസ്സുണ്ട്, എങ്ങനെയൊക്കെ ഏർപ്പെടാൻ. ആൻഡ് അടുത്തതെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഇടുക്കിയാണ് ചേച്ചി, എനിക്ക് ഇടുക്കി ക്ലൈമറ്റ് പറ്റുമോ അറിയില്ല, എനിക്ക് അലർജി ഉണ്ട്, അല്ലെങ്കിൽ ശ്വാസമുട്ടുണ്ട്, എനിക്ക് പറ്റുമോ അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റിലേ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ അലർജി, ശ്വാസമുട്ട് ഒക്കെ അങ്ങനെയുള്ള പിള്ളേരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ശ്വാസമുട്ടിൻ്റെ കാര്യം അല്ലെങ്കിൽ അലർജീൻ്റെ കാര്യം, മഞ്ഞ്, തണുപ്പ് ആ സംഭവങ്ങളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡോക്ടറിനെ കണ്ടിട്ട് ചോദിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഇപ്പോൾ എണീക്കാൻ നേരത്ത് ജസ്റ്റ് മഞ്ഞ് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒരു തൊപ്പിയോ അല്ലെങ്കിൽ ഹുഡി ഇടാൻ നേരത്ത് ഇങ്ങനെ ഇനി അടുത്തത് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഗേൾസിന് കോളേജ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ, കോളേജിൻ്റെ അകത്ത് തന്നെ ഹോസ്റ്റൽസ് ഉണ്ട്. 2 ഹോസ്റ്റലാണ്, കബനി, നിള എന്ന് പറയുന്ന ഹോസ്റ്റൽസ് ആണുള്ളത്. ബട്ട് ബോയ്സിന് പൈനാവ് ജംഗ്ഷനിൽ പോയാലേ ഹോസ്റ്റലുള്ളൂ. ഗവൺമെൻറ് ഹോസ്റ്റലിൽ ആദ്യമേ ഫില്ലാവും. അപ്പം അധികം ബോയ്സും എല്ലാവരും ചെറുതോണിയിലായിരിക്കും നിൽക്കുന്നത്.